ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സമയം ഇപ്പോൾ രാവിലെ 6:24. ബാഗൊക്കെ കൊണ്ട് രാവിലെ എവിടേക്കാണോ എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചത്? എന്തിവാ പറഞ്ഞു തരാം. അയ്യോ, നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും മനസ്സിലായി കാണും. പയ്യെ പറഞ്ഞു തരാം. നല്ല മഴയും തണുപ്പാണ്, നല്ല തണുപ്പ്. വെക്കേഷനായ പിന്നെ ഈ സമയത്ത് തേച്ചിട്ടില്ല. ഇന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് തേച്ചിട്ടുള്ളത്. നോക്കിയേ, രാവിലെ 4 മണിക്ക് കുളിച്ച് ഫ്രഷായി. എന്നിട്ട് എന്നെ മാമി വിളിച്ചുണർത്തി. നല്ല തണുപ്പായതുകൊണ്ട് മാമി കുത്തിയെ തുടച്ചെടുത്തേ ഉള്ളൂ. അങ്ങനത്തെ എമോറ്റി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, എൻ്റെ നമ്മളെ ലുലു മോള്. തിരിച്ചു വന്നപ്പോൾ കയറണമെന്നാണ് പ്ലാൻ ചെയ്തത്. ലുലുവിൽ പോയിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ ലുലുവും കഴിഞ്ഞു, വേറെ ഏതൊക്കെയോ സ്ഥലങ്ങൾ കഴിഞ്ഞു. ഫൈനലി നമ്മൾ ഇതായിട്ടിരിക്കണോ. ഇത് ഏതാ സ്ഥലമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. കേരള ചാനലിൽ രാത്രി 7 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യണ അകലെ എന്ന സീരിയലിൽ ലൊക്കേഷനാണിത്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. വണ്ടിയിലിരുന്ന് കുറേ നേരം സുഖമായിട്ട് ഉറങ്ങി. എന്തായാലും 1.5 മണിക്കൂർ ഉറങ്ങി. നല്ല സൂപ്പർ ലൊക്കേഷനാണിത്. നിങ്ങൾക്കും കാണാമോ പച്ചപ്പ്? ഞങ്ങളെ വിളിച്ച അങ്കിൾ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. സമയം ഇപ്പം 8 മണിയാവണതേ ഉള്ളൂ. വാമിക്കുട്ടി ഇപ്പം ചെറിയൊരു മയക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അകത്ത് കയറി. ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റാണിത്. ഞങ്ങൾക്ക് അവിടെ ആരും പരിചയമില്ലാത്തതുകൊണ്ട് ആകെ ഒരു ടെൻഷനിൽ വരുന്നു. ഇതാണ് ആ വീട്. പുറമേ നിന്ന് കണ്ടതുപോലെ അല്ല, ഉള്ളിൽ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. ആകെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഓടിക്കളിക്ക് ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ ഓടിക്കളിച്ച് സന്തോഷമായിരുന്നു. പക്ഷേ രാവിലത്തെ പോലെ അല്ല, നല്ല ചൂടാണ്. നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയില്ലേ? ഞാൻ ഈ ഓടിക്കളിക്കണ ഓപ്പൺ ടെറസാണ്, തിരിച്ചിട്ടില്ലായിരുന്നു. രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ലൊക്കേഷനിൽ തന്നെയാണ്. രാവിലെ ദോശയും പൊറോട്ടയും ചപ്പാത്തിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പൊറോട്ടയും അമ്മ അപ്പമാണ് കഴിച്ചത്. ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൗണ്ട് ഓടിക്കളിച്ചു. സീരിയൽ ആൻറ്റിമാരെയും ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഞങ്ങൾ പാടിൻ്റെ തൊട്ടടുത്തിരുന്ന തൊടവേളിൽ ആരാണെന്ന് കണ്ടോ? ഇസൈപ്പറന്ത് ലൊക്കേഷനിലെ മാമനെ കണ്ട് വട്ടമിട്ട് പറയുന്നതാണെന്ന് തോന്നണു. അവൻ ആരെയും പേടില്ല, എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കണുണ്ട്. അവന്റെ കൈ തെറ്റ ദൂരം തിരിയണമെന്ന് നോക്കിയേ. ഞാൻ അടുത്തിരുന്ന് പരിനിന്നെ കണ്ടിട്ടില്ല. കലിപ്പനാണെങ്കിൽ ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി കുറച്ച് ഷൂട്ടിംഗ് കാഴ്ചകൾ കണ്ടാലോ? അങ്ങനെ കയ്യിലിരിക്കണ ആടെന്ന് അറിയാമോ? സർപ്രൈസ്, അതെന്നെ വാമി മോനാണ്. വാമി കഴിച്ചിട്ട് ഷൂട്ടിംഗ് ദിവസത്തിലാണത്. ഇനി വീണ്ടും അങ്ങോട്ട് നോക്കിയേ. ആ
നല്ലോണം വിറ്റതാണ് ക്യാരറ്റ്. സീരിയറ്റിൽ കളിപ്പറ്റിയായ ആ ആൻറ്റിയെ കണ്ടോ? സാരിക ആൻറ്റി. പക്ഷെ ആൻറ്റി പച്ച പാവാണ്. അവരെല്ലാം പാവാണ്. നല്ല സ്നേഹമായിരുന്നു നമ്മളോട്. നമ്മൾ രാവിലെ 8 മണിക്ക് എത്തിയെങ്കിലും വാമിൻ്റെ ഷോട്ട് 8 മണി കഴിഞ്ഞായിരുന്നു. നിങ്ങൾ കണ്ട സീന് വീണ്ടും വീണ്ടും കണ്ടതല്ല, അവരോട് റീറ്റേക്കാണത്. സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഏറ്റേഷനുള്ള ഞങ്ങൾ വാമിക്കുട്ട നല്ല ഉറക്കത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നയിച്ചിരിക്കാനുണ്ട്. എല്ലാവരും കരഞ്ഞ് ബഹളം വെക്കണമെന്നാണ് ഞങ്ങൾ കിടത്തിയത്. പക്ഷെ പാവം ഉറങ്ങിയാരും ശല്യപ്പെടുത്തിയില്ല. എല്ലാവരും കൂടെ കൊണ്ടിച്ച് നിൽക്കണുണ്ട വാമിമുത്തിനെ. അവിടെ ഒരു കല്യാണമാണ്. അപ്പോൾ അവിടെ ഫാനില്ലാത്ത കണ്ടീഷനായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറും ചിക്കനൊക്കെയാണ് കഴിച്ചത്. ഫുഡെല്ലാം ലൊക്കേഷനിൽ തന്നെയായിരുന്നു. വൈകിട്ടായപ്പം കുറച്ച് സീരിയൽ ചൂടായി തുടങ്ങി. എനിക്ക് ബോറടിച്ച് തുടങ്ങിയെന്ന് വന്നിക്ക് വാമിയുടെ ഓരോ കയ്യിലേക്ക് മാറി ഇരിക്കാനുണ്ട്. ഇടയ്ക്കാണ് നമ്മൾ എല്ലാവരെയും ചിരിച്ച് കാണിക്കാനുണ്ട്. ഉടനെ നടി എല്ലാവരും നിങ്ങളെ കണ്ടല്ലോ. എനിക്കിവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. കുറച്ച് ചേട്ടന്മാരും ചേട്ടന്മാരൊക്കെ വന്നു. ആരെയും പരിചയമില്ലാത്തതുകൊണ്ടും അല്പം ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയ ശേഷം നമ്മൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. കഴിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. അമ്പിളി ആൻറ്റി, ഷാരി ആൻറ്റി, എരിമ ആൻറ്റി, വിന്ദു ആൻറ്റി, പിന്നെ ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഞങ്ങൾ അവിടെ പുതിയതാണെന്നേ തോന്നിയില്ല. സീരിയലിനെ കാണുമ്പോഴല്ല ഷൂട്ടിങ്. സീരിയലിൻ്റെ ബാക്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇവരൊക്കെ തന്നെ സെയിം കോസ്റ്റ്യൂമിലും മേക്കപ്പിലും ആയിരുന്നു. ഈ ചൂടത്തിൽ എങ്ങനെയാണ് ഇവർ ഇത്ര നേരത്തിൽ നിൽക്കുന്നത്? വൈകിട്ട് പിന്നെയും ചായയും വടയും ഒക്കെ കഴിച്ചിട്ട് വന്നു. വാമിക്കുട്ടിയും ഇടയ്ക്കിടയ്ക്ക് മേളിൽ നിന്ന് ഫീഡിൽ ആളിച്ചുകൊണ്ട് നിൽക്കാനായിരുന്നു. അവിടെ തന്നെ ആയിരുന്നു ഞങ്ങളും നിൽക്കുന്നത്. അതാണ് എൻ്റെ മാരുടെ റൂം. ഈ ഷെല്ലിലൊക്കെ വാമിക്കുട്ടി മസ്റ്റാണ്. ദീപക്കിൻ്റെ കയ്യിലാണ് വാമിക്കുട്ടി ഇപ്പം. സാരേൻ്റെ വീണ്ടും വേർത്ത് തുടങ്ങി. സാരേൻ്റെ അടുത്ത് തുടങ്ങിയതാണ് രഞ്ജിത്ത് ചേട്ടൻ. ചേട്ടൻ നല്ല ഫ്രണ്ടാണിപ്പോൾ. സമയം രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. വാമിക്കുട്ടി വീട്ടിലായിരുന്നപ്പോൾ കുളിച്ചിട്ട് ഉറങ്ങിയെന്നെ. ചൂടിൻ്റെ ഇപ്പോൾ കൊടുമുണ്ട് അവൾ കാണിക്കാനുണ്ട്. ഇവിടുത്തെ ക്ഷീണം ഏതായാലും തീർന്നിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നു. രാത്രി ഫുഡ് പൊറോട്ടയും മുട്ടക്കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉറക്കം വന്നുകൊണ്ടും പൊറോട്ട വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ഉറക്കം എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഡയറക്റ്റ് അങ്കിൾ പിന്നെയും വിളിച്ചു. കുറച്ചുകൂടെ അങ്കിൾ എടുക്കാനുണ്ടായിരുന്നു. പിന്നെയും അവിടെ നിൽക്കേണ്ടി വന്നു. ഇപ്പം നിങ്ങൾക്ക് നല്ല പോലെ എൻ്റെ വാമിക്കുട്ടിയെ കാണാൻ പറ്റും. പെട്ടെന്ന് ടെലികാസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടൊക്കെ വാമിക്കുട്ടിയെ ഇനി നമുക്ക് സ്ക്രീനിൽ കാണാം. ഒരു FB
പോസ്റ്റ് കണ്ടിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ഓഫർ. ഭാഗ്യം കൊണ്ടും മാത്രം മാമിക്കുട്ടിക്ക് കിട്ടിയതാണ് ഈ ഒരു അവസരം. ദിവ്യ ചേച്ചിയുടെ കയ്യിലിരിക്കുകയാണ്. അത് എൻ്റെ മാമി മോളാണിത്. കണ്ണ് തുറന്ന് എല്ലാവരും നോക്കിക്കൊണ്ടെടുക്കണം. ഒരു പൂച്ച ഉറക്കം. എല്ലാവരും കണ്ണിലുണ്ണി ആയിട്ടുണ്ട് അവളിപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഷോട്ടിൻ്റെ ഇടയ്ക്ക് അവൾ കഴിഞ്ഞ് ബഹളം വെച്ചു. ഉറക്കം വന്നാൽ പിന്നെ അവൾക്ക് കണ്ടത് കിട്ടൂല. അങ്ങനെ ഫെഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഇനി ഷൂട്ടിംഗ് കണ്ടോളൂ. ഷൂട്ടിംഗ് നിങ്ങൾക്ക് കാണാലോ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ഡയറക്റ്റ്. രാത്രി ആയപ്പോൾ ഒന്നെങ്കിലും തളർന്നു പോയതുകൊണ്ടും എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ടിംഗ് കാണാനും മാമിക്കുട്ടിക്കായാലും ഭാഗമാവാനും കഴിഞ്ഞതിന് ഇൻസിഡന്റിന് നന്ദി. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ 11 മണിയായി. ലുളുവിൽ പോണം പ്ലെയിൻ അങ്ങനെ വെള്ളത്തിലായി. എങ്ങനെയെങ്കിലും ഒന്ന് പോയി വീട്ടിലിറങ്ങി ഉറങ്ങാൻ പോയി. മാമി വണ്ടി കയറിയപ്പോൾ തന്നെ ഉറക്കം പിടിച്ചു. വാള് വെക്കാതിരിക്കാൻ ഞങ്ങള് അതിനൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത്. ഈ ചേച്ചി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. നല്ലൊരു ആംബോ ആയിരുന്നു. ഇനി പോകും. വീഡിയോക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. പറ്റുമെങ്കിൽ അവിടെ ലൈവും ചെയ്യാം. ഞങ്ങളോടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും 1000 നന്ദി. അപ്പം വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു, ലവ് യു. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ. Have a nice day.